ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരു അമ്മയും തൻ്റെ കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഭൂമിയിൽ അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അമ്മയുടെ സാമീപ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി തൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന സമയം അദ്ദേഹത്തിന്റെ അകത്തേക്ക് പലവിധമായിട്ടുള്ള വികാരങ്ങൾ കടന്നു വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹം, സന്തോഷം, ഒരു പരിധിവരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു അമ്മ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിച്ച് തുടങ്ങുന്നതും മുതലുള്ള ആ സ്നേഹബന്ധം അത് അവസാനിക്കുന്നത് മരണത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുമായി ആ സുഹൃത്തിൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. അവരുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു വലിയ റബ്ബർ തോട്ടത്തിന്റെ നടുക്കിലൂടെയുള്ള ഒരു വഴിയിലൂടെ അല്പമായി സഞ്ചരിച്ച് വേണം അവരുടെ വീട്ടിലേക്ക് എത്താൻ. ഒരു പഴയ ഓടിട്ട ജീർണത ബാധിച്ച ഒരു വീട് കാണാനായിട്ട് സാധിച്ചു. ആ വീട്ടിൽ തൻ്റെ 45ഓളം വയസ്സ് പ്രായമുള്ള തൻ്റെ ഒരു മകനെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് വസ്ത്രവും ആഹാരവുമായി വെച്ചൊക്കെ കൊടുത്തുകൊണ്ട് ആ മകനെ പരിരക്ഷിക്കുന്ന ഒരു അമ്മയെ എനിക്ക് ആ വീടിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിച്ചു. ഏകദേശം 85 വയസ്സോളമുള്ള ഒരു അമ്മയാണത്. ഈ അമ്മയ്ക്ക് മറ്റു മക്കളില്ലാത്തത് കൊണ്ടോ പോവാൻ മറ്റു ഭവനങ്ങളില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് തൻ്റെ മകൻ ഏകനായി പോകുമെന്നുള്ള ഒരു ചിന്ത ആ അമ്മയുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അമ്മ ആ മകനെ വിട്ടുപോകാത്തത്. വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെ ചില വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകതയായിരിക്കാം. ചിലപ്പോൾ അവർ ആയിരിക്കുന്ന ഏകാന്തമായിട്ടുള്ള അവസ്ഥയുടെ പ്രത്യേകതയായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു സെന്റിമെന്റൽ ഫെയ്ത്ത് പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫെയ്ത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്, അല്ലെങ്കിൽ മറ്റൊരു അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ വേദപുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം പുറകിലോട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വരെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം തിരുവചനത്തിൽ ആദം തൻ്റെ ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവാണ്. നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവ്വയുടെയും പുറകിലാണ് ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജനതകളും എല്ലാ വംശക്കാരും ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് ജീവനുള്ള എല്ലാവരുടെയും അമ്മ ഹവ്വയാണ് എന്ന് ഇവിടെ പറയുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ പുറകോട്ട് പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദിമ മനുഷ്യനായ ആദത്തിന്റെ സൃഷ്ടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവ് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളതായി മാറിയെന്ന് അതിന്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചോദ്യം ഇതാണ്: ഈ ആദാമിന്റെ പിതാവ് മാതാവ് ആരാണ്? ആദത്തിന്റെ പിതാവും മാതാവും എല്ലാം ദൈവം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഏദൻ തോട്ടത്തിൽ ആദം ഉണ്ടായിരുന്ന സമയത്ത് ആദത്തിന് ഒന്നും കുറവില്ലാത്ത വണ്ണം ദൈവം അവനെ പരിപാലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്നേഹത്തെ കുറച്ചുകൂടി കൂടുതൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് യെശയ്യായുടെ പുസ്തകമാണ്. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? എന്നാൽ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുകയോ വെറുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അതിനേക്കാൾ വലുതാണ്. ദൈവം വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മോട് പറയുകയാണ്: ഈ അമ്മ, അതല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഇത്രയും വലുതായി നമ്മൾ കണക്കാക്കപ്പെടുന്ന ഈ സ്നേഹം മുറിഞ്ഞു പോയാൽ പോലും ഞാൻ നിന്നെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്നേഹം മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയാണ് ജോബ്.
ജോബിന്റെ കഷ്ടതയുടെ കാലത്ത് ജോബിനോട് ദൈവത്തെ പറ്റിയുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പലരും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജോബ് പറയുന്ന ഒരു വചനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന സാഹചര്യത്തിൽ. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനത്തിൽ പറയുന്നു, അവിടുന്ന് നമ്മളെ മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചുകെട്ടും, അവിടുന്ന് നമ്മളെ പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം നമ്മളെ സുഖപ്പെടുത്തും. എന്താണ് ഈ വചനം അർത്ഥമാക്കുന്നത്? ഒരു വശത്ത് പിതാവിനെ പോലെ നമ്മൾക്ക് കൽപ്പനകൾ നൽകുകയും നമ്മളെ ശാസിക്കുകയും നമ്മളെ തെറ്റുതിരുത്തുകയും നമ്മളെ ശിക്ഷിക്കുകയും കണിശതയോടുകൂടെ ഇടപഴകുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് നമ്മളെ ചേർത്ത് നിർത്തുകയും സ്വാന്തനിപ്പിക്കുകയും ആശ്വാസവാക്കുകൾ പറയുകയും സ്നേഹിക്കുകയും മുറിവുകളെ വെച്ചുകെട്ടുകയും ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇതാണ്, ദൈവത്തിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, ആ ദൈവത്തോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് ജീവിക്കാനാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമുക്ക് വചനം ഉറപ്പായും നമ്മളോട് പറയുന്നത് ഇതാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു സ്നേഹവുമില്ല. ദൈവം നമ്മളെ അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ആ ദൈവസ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും ആ ദൈവത്തോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് ജീവിക്കാനും എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.